ഓക്കെ, എന്താണ് ഇൻട്രാക്റ്റീവ് പിക്ചർ കൺസ്ട്രക്ഷൻ ടെക്നിക്സ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രാക്റ്റീവ് പിക്ചർ കൺസ്ട്രക്ഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഡ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു ക്യാരക്ടറിനെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഡ്രോ ചെയ്യുന്നത്. ഇപ്പം ഓൾറെഡി ഇതിനകത്ത് ഒരു 7 ടെക്നിക്ക് ഞാൻ പറയുന്നുണ്ട്. അതിലൊരു 5 ടെക്നിക്കും ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതായത് അതിനൊരു പേര് കൊടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇൻട്രാക്റ്റീവ് പിക്ചർ കൺസ്ട്രക്ഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് നിങ്ങൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങളത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സിൻ്റെ കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഇൻട്രാക്റ്റീവ് പിക്ചർ കൺസ്ട്രക്ഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ ഒരു 7 ടെക്നിക്കുണ്ട്. കൺസ്ട്രെയിൻസ്, ബേസിക് പൊസിഷനിങ് മെത്തേഡ്സ്, ഗ്രിഡ്സ്, ഗ്രാവിറ്റി ഫീൽഡ്, റബ്ബർ ബാൻഡ് മെത്തേഡ്, ഡ്രാഗിങ്, പെയിൻറ്റിങ് ആൻഡ് ഡ്രോയിങ്. ഓക്കെ, ഈ 7 എണ്ണത്തിൽ എനിക്ക് ഉറപ്പാണ് ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ ഷുവറായിട്ടും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ ഇതാണ് ചെയ്യുന്നത് അവിടെ എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രം. ഞാനിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിക്കും ഓരോ പേരിട്ടിട്ടുണ്ട് ഇവിടെ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ PPT ഇടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബേസിക് പൊസിഷനിങ് മെത്തേഡ്സ് PPT എന്ന് പറഞ്ഞ് ഒരു PPT ഉണ്ടാവും. അവിടെ തന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസിക് പൊസിഷനിങ് വീഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ബേസിക് പൊസിഷനിങ് PPT ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതെന്താണെന്നുള്ളതൊന്ന് കേട്ടിട്ട് അതിൻ്റെ വീഡിയോ കാണാം. അതുപോലെ ഗ്രിഡ് എന്ന് പറഞ്ഞ് ഒരു PPT ഉണ്ടാവും. ജസ്റ്റ് 1-2 പോയിൻ്റേ ഉണ്ടാവുള്ളൂ. ആ പോയിൻ്റ് ഒന്ന് വായിച്ചു നോക്കുക, നേരെ പോയിട്ട് ഗ്രിഡിൻ്റെ വീഡിയോ കാണാം. അതുപോലെ ഗ്രാവിറ്റി ഫീൽഡ് PPT കാണാം, വീഡിയോ കാണാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പം എനിക്ക് യൂട്യൂബിൽ ചെയ്ത് തരാൻ പറ്റില്ല, കാരണം കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കണ്ടാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. സോ അതിനു വേണ്ടി എൻ്റെ 100% ഞാൻ എടുത്തിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് അത് കാണുക, ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ലാസ്റ്റ് ഡേ വീഡിയോ എനിക്ക് ഇപ്പോഴും കാണാം യൂട്യൂബിലാകെ. അന്ന് എൻ്റെ ക്ലാസ്സിൽ 49 പേരുണ്ടായിട്ട് 36-35 വ്യൂ അങ്ങോട്ടേ ഉള്ളൂ. 33 വ്യൂ അങ്ങോട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അറിയില്ല നിങ്ങൾ പകുതിക്ക് ഇത് എങ്ങോട്ടായി പോകുന്നതെന്ന്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങളതൊന്ന് കേൾക്കാനോ കാണാനോ വില്ലിങ് അല്ല എങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല കേട്ടോ.